ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത ഒരു പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ശരൺ വേണുഗോപാലാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ജോർജ് ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർലെ ലോപ്പസ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നാരായണീൻ്റെ മൂന്നാൺമക്കളായിട്ട് വന്നിരിക്കുന്നത് അവരാണ്. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, നാരായണിയുടെ മൂന്നാൺമക്കൾ, അതന്നെ നാരായണി കിടക്കുന്ന നാരായണി എന്ന് പറഞ്ഞ അമ്മ. അപ്പോൾ ആ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന മക്കൾ, ആ ഒരു മക്കളും അവരുടെ ഫാമിലിയും പിന്നെ വീട്ടിൽ ഒത്തുകൂടുന്നതും അതിന് അവർ തമ്മിലുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന, നാരായണി എന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്മ മരിക്കുമോ എന്നുള്ള കുറച്ച് കാഴ്ച, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കണ്ടുവരുന്ന സംഭവമാണ്. ഒരു മണിക്കൂർ 50 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം വരുന്നത്. പക്ക റിയലിസ്റ്റിക് വേഷൻ്റെ ഒരു എക്സ്ട്രീം വേഷം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എടുത്തു വെച്ചൊരു സിനിമയാണ്. അത്രയും സ്ലോ പേസ് ആയിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഓരോ സിനിമയ്ക്കും ഓരോ പേസ് ഉണ്ട്. ആ രീതിയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. എനിക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അത്രയും സ്ലോനെസ് ആയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. എന്നാൽ ഞാൻ കണ്ടിരുന്നു. 1 മണിക്കൂർ 50 മിനിറ്റുള്ള സിനിമ എനിക്ക് ശരിക്കും പറയുന്നത് ഒരു 3 മണിക്കൂറൊക്കെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത്രയും ലെങ്തി ഫീലായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. പിന്നെ അത്രയും എന്താ പറയുക, അത്രയും എഴച്ചിലെന്നല്ല, അത്രയും സ്ലോ ആണ് ഈ സിനിമയ്ക്ക്. ആ ഒരു സിനിമയുടെ ആ ഒരു സ്വഭാവം എന്നുള്ളത് ആ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇതിനൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു എന്താ പറയുക, എന്നിലെ പ്രേക്ഷകൻ എന്താണോ ഫീൽ ചെയ്തെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ ഉള്ളത്. ഒരു തിയേറ്റർ ഒരു സ്റ്റഫല്ല ഈ ഒരു സാധനം എന്നുള്ളത്, ഈ ഒരു സിനിമ എന്നുള്ളത്. പിന്നെ എഴുത്ത് ഒക്കെ എല്ലാം നല്ല ടെക്നിക്കലി നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. മ്യൂസിക് ആയിക്കോട്ടെ, ക്യാമറ കാഴ്ചകളായിക്കോട്ടെ, ആ രാത്രി കാഴ്ചകളൊക്കെ ഉണ്ട്, ആ ഒരു അമ്പലങ്ങളിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, അതൊക്കെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും നല്ല അടിപൊളി, എന്താ പറയുക, സൂപ്പർ അടിപൊളി എന്നൊന്നുമല്ല, നൈസായിട്ടുള്ള കാര്യങ്ങൾ മ്യൂസിക്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും, ജോർജ് ജോർജ് ആയിക്കോട്ടെ, അലൻസിയർ ആയിക്കോട്ടെ, സുരാജ് ആയിക്കോട്ടെ, എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോർജ് ജോർജും അലൻസിയർ, ഇവർ രണ്ടാളുടെയും പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പിന്നുള്ളത് സജിത മഠത്തിൽ, ഷെല്ലി കിഷോർ, ഇവരൊക്കെ കിട്ടിയ റോളുകൾ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഗാർഗി എന്ന് പറഞ്ഞ കഥാപാത്രം, അതായത് പിന്നെ ആതിര എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രം, അതുപോലെ തന്നെ തോമസ് മാത്യു നിങ്ങൾക്കറിയാവുന്നതാണ്, ആനന്ദ് എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ. ഇവരുടെ തമ്മിലുള്ള കുറച്ച് റിലേഷൻ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതെനിക്ക് അത്രയും അങ്ങോട്ട് നമ്മളെ എല്ലാവർക്കും ഒന്നും ദഹിക്കുന്ന ഒരു സംഭവമല്ല. പല സ്ഥലത്തും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നുണ്ട്. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് അത് അത്രയും അങ്ങോട്ട് ദഹിക്കാത്തൊരു സംഭവമായിരുന്നുള്ളതാണ്. പക്ഷേ എന്നാലും അവരുടെയൊക്കെ പെർഫോമൻസുകൾ, ഗർഗിയുടെ പെർഫോമൻസൊക്കെ സൂപ്പറായിരുന്നു, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവരുടെയൊക്കെ ഓരോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ വളരെ നീട്ടി വലിച്ച് ഓരോ ഡയലോഗുകൾ പറഞ്ഞ് ഗ്യാപ്പിട്ട് അതൊക്കെ തന്നെയാണ് ഈ സിനിമ കുറച്ചൊരു എന്നിലെ പ്രേക്ഷകനെ കുറച്ച് കണക്റ്റ് ആവാതെ പോകാൻ കാരണം മെയിനായിട്ട് അത് തന്നെയാണ്. എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമയാണ്. പക്ഷേ വളരെ സ്ലോനെസ് ആയിട്ടാണ് സിനിമ പോകുന്നത്. പ്രഡിക്റ്റബിളാണ്, സ്റ്റോറി കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റബിളായിരുന്നു. എന്താ സംഭവിക്കാന്നുള്ളത് അവസാനം വരെ നമുക്ക് മനസ്സിലാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറേ നല്ല കുറേ ഡയലോഗുകളുണ്ട്. ഒരു ഫീൽ ഗുഡ് ടൈപ്പ് സിനിമയാണ്. ചെറുകഥ വായിച്ച ഒരു ഫീലായിരുന്നു, ഒരു ചെറുകഥ വായിക്കുന്ന ഒരു ഫീലിലാണ് ഒരു സിനിമയുടെ ആ ഒരു സംഭവം എന്നുള്ളത്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടു നോക്കുക. എന്നിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്ന് പറയാം. എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല ഈ ഒരു സിനിമയ്ക്ക്. എന്നാലും കണ്ടു തീർത്തു എന്നുള്ളതാണ്. നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ, ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നാരായണീൻ്റെ മൂന്നാൺമക്കൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.